എന്താണ് മെയിൻലി ബ്രസ്റ്റ് ക്യാൻസർ വരാൻ കാരണം? ബ്രസ്റ്റ് ക്യാൻസറിന് ആക്ച്വലി മൾട്ടി ഫാക്ടോറിയലാണ്, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അതിൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് തന്നെ ഏറ്റവും റിസ്ക് കൂടിയത് കുറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഹോർമോണൽ ഫാക്ടേഴ്സാണ്. ഹോർമോണൽ ഫാക്ടേഴ്സ് വെച്ചാൽ നമുക്ക് എത്രമാത്രം ആ ഹോർമോൺ എക്സ്പോഷർ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെന്നുള്ളതാണ് അതിലൊരു പ്രധാനം. അതായത് ഇപ്പം മെൻസസ്, അതായത് മെനാർക്കി നേരത്തെ ഉണ്ടാവുക, ആർത്തവാരംഭം നേരത്തെ ഉണ്ടാവുക, അല്ലെ ആർത്തവ വിരാമം വൈകി ഉണ്ടാവുക. അപ്പോൾ അത്രയും സമയം ഹോർമോണൽ എക്സ്പോഷറായി. പിന്നെ ഫസ്റ്റ് കുട്ടിയുടെ ഫസ്റ്റ് ചൈൽഡ് ബർത്ത് 35 ഇയേഴ്സിന് ശേഷം ഉണ്ടാവുക എന്നുള്ളത്. ബിക്കോസ് ആ പ്രഗ്നൻസി ടൈം ഹോർമോൺസിന് വ്യത്യാസം വരുന്ന ടൈമാണ്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ വരും. അല്ലെ നള്ളിപ്പാരിറ്റി, കുട്ടികളില്ലാത്ത അവസ്ഥ, ഇത് നമുക്കൊരു ഹോർമോണൽ ഫാക്ടറായിട്ട് പറയുന്നതാണ്. പിന്നെ ആർത്തവ വിരാമത്തിന് ശേഷം വണ്ണം വയ്ക്കുക, പോസ്റ്റ് മെനോപോസൽ ഒബീസിറ്റി, അതുപോലും ബിക്കോസ് ഇതിൽ നിന്നെല്ലാം ഹോർമോൺ എക്സസ് ഉണ്ടാവും. ഹോർമോൺ എക്സസ് വരുമ്പം അതും ഒരു കാരണമാണ്. പിന്നെ നമുക്ക് സാറ് പറഞ്ഞതുപോലെ ഈ ബ്രസ്റ്റ് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചില ലോബുലാർ കാർസിനോമ, ഇൻസിറ്റു എന്നൊക്കെ പറഞ്ഞുള്ള ചില ടൈപ്പുകളുണ്ട്. അതെല്ലാം റിസ്ക് കൂടുതലുള്ള ചില ടൈപ്പുകളാണ്. പിന്നെ ഈ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത്, ബ്രസ്റ്റ് ഫീഡിങ് പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ. മെയിൻലി നമ്മൾ ഒരു 2 വർഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് മാക്സിമം ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.